ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം 15 വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയിലെ ഭൂപ്രകൃതിയെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, കിഴക്കൻ തീരസമതലം. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, കിഴക്കൻ തീരസമതലം എന്നിങ്ങനെ 4ആയിട്ട് ഇന്ത്യയിലെ ഭൂപ്രകൃതിയെ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യൻ ഉപദ്വീപ് എന്ന് വെച്ചാൽ എന്താണ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് എന്ത്? ഉപദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യൻ ഉപദ്വീപ് എന്താണ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് എന്ത്? ഉത്തരപർവ്വത മേഖല. ഇന്ത്യയുടെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിവയാണവ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിവയാണവ. അടുത്ത പോയിന്റ് നോക്കാം. ഉത്തരപർവ്വത മേഖല, ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന പോയിന്റുകളാണ് ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കറൊക്കെ ട്രാൻസ് ഹിമാലയത്തിലാണ് വരുന്നത്. കാരക്കോറം, ലഡാക്ക്, സസ്കറൊക്കെ ട്രാൻസ് ഹിമാലയത്തിലാണ് വരുന്നത്. അടുത്തത് ഹിമാലയത്തിൽ വരുന്നതാണ്. ഒന്ന് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിൽ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അടുത്തത് കിഴക്കൻ മലനിരകളിൽ ഏതൊക്കെയാണ് ഭാഗമാണ് വരുന്നത്? പത്കായി, ഭൂമ, നാഗ കുന്നുകൾ, ഗാസി, ഗാരോ കുന്നുകൾ, ജയന്തിയ, മീസോ കുന്നുകളൊക്കെ കിഴക്കൻ മലനിരകളിലാണ് വരുന്നത്. അടുത്ത വഴി നോക്കാം. ഉത്തരപർവ്വത മേഖലകളുടെ സവിശേഷതകളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ 8661 മീറ്റർ ഉയരം ട്രാൻസ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ 8661 മീറ്റർ ഉയരം ഉള്ളതാണ്. ട്രാൻസ് ഹിമാലയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, 3 സമാന്തര പർവ്വത നിരകൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഹിമാലയം മേഖല. 3 സമാന്തര പർവ്വത നിരകൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ഹിമാലയം മേഖല. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണവ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, കിഴക്കൻ തീരസമതലം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, കിഴക്കൻ തീരസമതലം. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഉപദ്വീപ് എന്താണ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ഉത്തരപർവ്വത മേഖല. ഇന്ത്യയുടെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് എന്ത്? ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിവയാണവ. ഉത്തരപർവ്വതത്തെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിവയാണവ. ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അതിൽ ട്രാൻസ് ഹിമാലയത്തിലെ ഏതൊക്കെ ഭാഗമാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കറൊക്കെ ഉൾപ്പെടുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ്. ഹിമാലയത്തിൽ ഏതാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഉൾപ്പെടുന്ന മേഖല ഹിമാലയമാണ്. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നതാണ് പത്കായി, ഭൂമ, നാഗ കുന്നുകൾ, ഗാസി, ഗാരോ കുന്നുകൾ, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകളൊക്കെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നതാണ്. ഉത്തരപർവ്വത മേഖലകളുടെ സവിശേഷതകൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലാണ്. ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8661 മീറ്ററാണ് ഉയരം. അടുത്തത് 3 സമാന്തര പർവ്വത നിരകൾ ഉൾക്കൊള്ളുന്നതാണ് ഹിമാലയ മേഖല. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണവ. അടുത്ത പോയിന്റ് നോക്കാം. പാമിർ പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമിർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ.
പാമിർ പീഠഭൂമി എന്താണ് അറിയപ്പെടുന്നത്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമിർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അടുത്ത പോയിന്റ്, ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ മേഖലയാണ് ഇവിടം. ശരാശരി 6000 മീറ്റർ ആണ് ഈ മേഖലയുടെ ഉയരം. ഹിമാദ്രിയുടെ ഉയരം എത്രയാണ്? ഏറ്റവും ഉയരവും കൂടിയ മേഖലയാണ് ഇവിടം. ശരാശരി 6000 മീറ്ററാണ് ഈ മേഖലയുടെ ഉയരം. ഗംഗ, യമുന നദികളുടെ ഉത്ഭവ സ്ഥാനമാണെന്ത്? ഹിമാദ്രി. കാഞ്ചൻജംഗ, നന്ദാദേവി എന്നിവയാണ് ഈ മേഖലയിലെ ഉയരം കൂടിയ കൊടുമുടികൾ. ഏറ്റവും ഉയരം കൂടിയ മേഖലയാണ് ഹിമാദ്രി. ശരാശരി 6000 മീറ്ററാണ് ഈ മേഖലയുടെ ഉയരം. ഗംഗ, യമുന നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് ഇവിടം. കാഞ്ചൻജംഗ, നന്ദാദേവി എന്നിവയാണ് ഈ മേഖലയിലെ ഉയരം കൂടിയ കൊടുമുടികൾ. അടുത്ത പോയിന്റ്, ഹിമാചലാണ്. ഹിമാദ്രിയുടെ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയുടെ ശരാശരി ഉയരം 3000 മീറ്ററാണ്. ഹിമാദ്രിയുടെ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയുടെ നീളം എത്രയാണ്? ശരാശരി ഉയരം 3000 മീറ്ററാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചലിലാണ് ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, സിവാലിക്. ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഇവിടം. ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് എന്ത്? സിവാലിക്. 1220 മീറ്ററാണ് ഈ മേഖലയുടെ ശരാശരി ഉയരം. അപ്പോൾ ഹിമാദ്രി 6000 മീറ്റർ, ഹിമാചൽ 3000 മീറ്റർ, സിവാലിക് 1220 മീറ്റർ ആണ് ഇതിൻ്റെ ശരാശരി ഉയരം. അടുത്തത്, നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. സിവാലിക്കിലെ നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരയെ എന്താണ് വിളിക്കുന്നത്? ഡൂണുകൾ എന്ന് വിളിക്കുന്നു. ഡൂണുകൾക്ക് ഉദാഹരണമാണ് എന്ത്? ഡെറാഡൂൺ. ഡൂണുകൾക്ക് ഉദാഹരണമാണ് ഡെറാഡൂൺ. അടുത്ത പോയിന്റ്, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് പൂർവാഞ്ചൽ അഥവാ കിഴക്കൻ മലനിരകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് എന്ത്? പൂർവാഞ്ചൽ അഥവാ കിഴക്കൻ മലനിരകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ് നോക്കാം, മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടി ഹിമാലയ പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഉയരം എത്രയാണ്? 8848 മീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണത് മൗണ്ട് എവറസ്റ്റ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയ പർവ്വതത്തിലാണ്. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം 8848 മീറ്ററാണ്. അടുത്ത പോയിന്റ് നോക്കാം, ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഉത്തരപർവ്വത മേഖല എന്തൊക്കെയാണ്? മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നത് ഉത്തരപർവ്വത മേഖല. അടുത്ത പോയിന്റ്, വടക്കു നിന്നുള്ള ശീതക്കാറ്റിനെ ഇന്ത്യയിൽ കടക്കാതെ തടയുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. വടക്കു നിന്നുള്ള ശീതക്കാറ്റിനെ ഇന്ത്യയിൽ കടക്കാതെ തടയുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. അടുത്ത പോയിന്റ്, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുള്ളത് ഉത്തരപർവ്വത മേഖലയിലാണ്. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുള്ളത് ഉത്തരപർവ്വത മേഖലയിലാണ്. അടുത്തത്, നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഉത്തരപർവ്വത മേഖല. നദികളുടെ ഉദ്ഭവ പ്രദേശമാണ് ഇത് ഉത്തരപർവ്വത മേഖല. അടുത്ത പോയിന്റ്, വൈദേശിക ആക്രമണത്തിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. വൈദേശിക ആക്രമണത്തിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പാമിർ പീഠഭൂമി എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമിർ പീഠഭൂമി അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ്. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകളെ പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. അടുത്ത പോയിന്റ്, കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് എന്ത്? ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ഹിമാദ്രി എന്നാണ് ഏറ്റവും ഉയരം കൂടിയ മേഖലയാണ് ഇവിടം. ശരാശരി 6000 മീറ്ററാണ് ഈ മേഖലയുടെ ഉയരം. ഏതൊക്കെ നദികളാണ്? ഗംഗ, യമുന നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് ഹിമാദ്രി. കാഞ്ചൻജംഗ, നന്ദാദേവി എന്നിവയാണ് ഈ മേഖലയിലെ ഉയരം കൂടിയ കൊടുമുടികൾ. അടുത്തത് ഹിമാചലാണ്. ഹിമാദ്രിയുടെ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയുടെ ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്ററാണ്. ഏതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഇവിടെ ഉള്ളത്? ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റാണ് സിവാലിക്. ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് എന്ത്? സിവാലിക്. എത്ര നീളമാണുള്ളത്? 1220 മീറ്ററാണ് ഈ മേഖലയുടെ ശരാശരി ഉയരം. നീളമേറിയതും വിസ്തൃതമായ താഴ്വരകൾ ഇവിടെ കാണപ്പെടുന്നു. ഇവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. ഡൂണുകൾക്കൊരു ഉദാഹരണമാണ് എന്ത്? ഡെറാഡൂൺ.
അടുത്ത പോയിന്റ് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് എന്തറിയപ്പെടുന്നത്? പൂർവാഞ്ചൽ അഥവാ കിഴക്കൻ മലനിരകൾ എന്നറിയപ്പെടുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് പ്രദേശമാണ്? ചിറാപുഞ്ചി പൂർവാഞ്ചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി. അതെവിടെയാണ്? പൂർവാഞ്ചൽ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇത്? മൗണ്ട് എവറസ്റ്റ്. ഇതെവിടെ? ഹിമാലയ പർവ്വതത്തിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം എത്രയാണ്? 8848 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം. അടുത്ത പോയിന്റ് നോക്കാം. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യങ്ങൾ? മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നത് ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. അടുത്തത് വടക്കു നിന്നുള്ള ശീതക്കാറ്റിനെ ഇന്ത്യയിൽ കടക്കാതെ തടയുന്നതും ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. അടുത്ത പോയിന്റ് എന്താണ്? വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളാണ് ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്നത്. നദികളുടെ ഉത്ഭവ പ്രദേശവും എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയാണ്. വൈദേശിക ആക്രമണത്തിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നതും ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ഉത്തര മഹാസമതലം. എന്തൊക്കെയാണ് പ്രത്യേകത? ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊണ്ട സമതലമാണ് ഉത്തര മഹാസമതലം. അപ്പോൾ ഉത്തര മഹാസമതലത്തിൻ്റെ രൂപീകരണം എങ്ങനെയാണ്? ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊണ്ട സമതലങ്ങളാണ് എന്ത്? ഉത്തര മഹാസമതലം. ഏതാണ്ട് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടായതാണ് എന്ത്? ഉത്തര മഹാസമതലം. അടുത്ത പോയിന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമാണെന്ത്? ഉത്തര മഹാസമതലം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ മഹാസമതലമാണ് ഉത്തര മഹാസമതലം. അടുത്ത പോയിന്റ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. അടുത്ത പോയിന്റ്. വൈവിധ്യമാർന്ന കാർഷിക വിളകൾക്ക് ഈ പ്രദേശം ഫലപ്രദമായതിനാൽ ഈ മേഖലയെ ഇന്ത്യയുടെ ധാന്യപുര എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് ഇവിടമെന്ന് പറഞ്ഞു. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നു. പിന്നെന്താണ്? വൈവിധ്യമാർന്ന കാർഷിക വിളകൾക്ക് ഈ പ്രദേശം ഫലപ്രദമായതിനാൽ ഈ മേഖലയെ ഇന്ത്യയുടെ ധാന്യപുര എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടം. ലോകത്തിലെ തന്നെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത്? ഉത്തര മഹാസമതലം. അടുത്ത പോയിന്റ്. ഈ മേഖലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. മഴ കുറവുള്ള ഈ പ്രദേശത്തെ ധാർ മരുഭൂമി എന്നറിയപ്പെടുന്നു. ഉത്തര മഹാസമതലത്തിൻ്റെ പ്രത്യേകതയാണ് ഈ മേഖലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. മഴ കുറവുള്ള ഈ പ്രദേശത്തെ ധാർ മരുഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് നോക്കാം. ഉത്തര മഹാസമതലത്തിനും തീരസമതലങ്ങൾക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉത്തര മഹാസമതലത്തിനും തീരസമതലങ്ങൾക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ മേഖലയുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എത്രയാണ്? ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അടുത്തത് പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 10th പ്രിലിംസിന് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടിയാണ്. 2695 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ഈ മേഖലയിലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഏറിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. എത്രയാണ് ഇതിൻ്റെ നീളം? 2695 മീറ്റർ ആണ് ഇതിൻ്റെ നീളം. അടുത്ത പോയിന്റ്. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നും വിളിക്കപ്പെടുന്നു. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ എന്തുകൂടെ അറിയപ്പെടുന്നു? ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നും കൂടെ അറിയപ്പെടുന്നു. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്നത്. പിന്നെ ഏതൊക്കെ മരങ്ങളാണ്?
തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവയാണ് ഈ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന വൃക്ഷങ്ങൾ. അടുത്ത പോയിന്റ്, ആഗ്നേയശിലകളും കായാന്തരിത ശിലകളുമാണ് കാണപ്പെടുന്നത്. ആഗ്നേയശിലകളും കായാന്തരിത ശിലകളും കാണപ്പെടുന്നു. അടുത്ത പോയിന്റ് എന്താണ്? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് എന്നിവയാണ് ഈ മേഖലയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ. ഏതൊക്കെ മണ്ണിനങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലുള്ളത്? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് എന്നിവയാണ് ഈ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കുന്നതിന് മുന്നേ നമുക്കിതൊന്നുകൂടെ നോക്കാം. എന്താണ് ഉത്തര മഹാസമതലം? ഉത്തര മഹാസമതലം എന്താണ്? ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് ഉത്തര മഹാസമതലം. ഏതാണ്ട് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടായതാണെന്ത്? ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമാണെന്ത്? ഉത്തര മഹാസമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? വൈവിധ്യമാർന്ന കാർഷിക വിളകൾക്ക് ഈ പ്രദേശം ഫലപ്രദമായതിനാൽ ഈ മേഖല ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടം. ഈ മേഖലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. മഴ കുറവുള്ള ഈ പ്രദേശത്തെ ധാർ മരുഭൂമി എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമി. ഉത്തര മഹാസമതലത്തിലും തീരസമതലങ്ങൾക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഈ ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ മേഖലയുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ആണ് ഇവിടെ ഉള്ളത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ഇത് ആനമുടി. ഇതിൻ്റെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. അടുത്ത പോയിന്റ്, വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ എന്തും കൂടി അറിയപ്പെടുന്നുണ്ട്? ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നും വിളിക്കപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകളാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്നത്. തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവയാണ് ഈ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ. അടുത്ത പോയിന്റ് എന്താണ്? ആഗ്നേയശിലകളും കായാന്തരിത ശിലകളും ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ്, ഏതൊക്കെ തരം മണ്ണിനങ്ങളാണ്? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് എന്നിവയാണ് ഈ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. അടുത്ത പോയിന്റ് നോക്കാം. തീരസമതലങ്ങളാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഈ പ്രദേശത്തിന് ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട്. എവിടുന്നാണ് തുടങ്ങുന്നത് തീരസമതലം? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഈ പ്രദേശത്തിന് ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നിവയാണവ. അടുത്തത്, ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം. ആദ്യം പടിഞ്ഞാറൻ തീരസമതലം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിലും ഇടയിലായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിലും ഇടയിലായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ തീരസമതലമോ? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറനാണെങ്കിൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിലും, കിഴക്കൻ തീരസമതലമാണെങ്കിലോ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, കിഴക്കൻ തീരസമതലമോ? സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന പ്രദേശമാണ് ഇത് കിഴക്കൻ തീരസമതലം. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. അടുത്ത പോയിന്റ്, പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ താരതമ്യേന വീതി കുറവാണ്. പക്ഷേ കിഴക്കൻ തീരസമതലത്തിന് വീതി താരതമ്യേന കൂടുതലാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാവുന്നതാണ്. പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? താരതമ്യേന വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. അടുത്തത്, കിഴക്കൻ തീരസമതലം എന്താണ്? വീതി താരതമ്യേന കൂടുതലാണ്. കോറമാൻഡൽ തീരസമതലം, വടക്കൻ സിർക്കാസസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാവുന്നതാണ് കിഴക്കൻ തീരസമതലത്തെ. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലമാണെങ്കിൽ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. കിഴക്കാണെങ്കിലോ കോറമാൻഡലും വടക്കൻ സിർക്കാസസ് തീരസമതലം എന്നിങ്ങനെ തരംതിരിക്കാം. അടുത്ത പോയിന്റ്, പടിഞ്ഞാറൻ തീരസമതലത്തിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. കിഴക്കൻ തീരസമതലത്തിലാണെങ്കിൽ എന്താണ്? ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട്.
അടുത്ത പോയിന്റ് നോക്കാം, ഇന്ത്യയിലെ നദികളെ. ഇന്ത്യയിലെ നദികളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ എന്നിവയാണ് അവ. ഇന്ത്യയിലെ നദികളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ എന്നിവയാണ് അവ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാന ഹിമാലയൻ നദികൾ. അപ്പോൾ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ. ഇവ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിൽ വിവിധ മേഖലകളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളാണെന്ത്? ഉപദ്വീപീയ നദികൾ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഏത് മുതലാണ്? തീരസമതലങ്ങൾ മുതൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന തീരപ്രദേശത്തിന് ഏകദേശം എത്രയാണ്? 6100 കിലോമീറ്ററാണ് നീളമുള്ളത്. ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും ആണ് രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകതകളൊന്നും നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. കിഴക്കൻ തീരസമതലമാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. കിഴക്കൻ തീരസമതലമാണെങ്കിലോ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ തീരസമതലമാണെങ്കിൽ താരതമ്യേന വീതി കുറവാണ്. കിഴക്കൻ തീരസമതലമാണെങ്കിൽ വീതി താരതമ്യേന കൂടുതലാണ്. പടിഞ്ഞാറൻ തീരസമതലത്തെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തരംതിരിക്കാം. കിഴക്കൻ തീരസമതലത്തെ കൊറമാൻഡൽ തീരസമതലം എന്നും വടക്കൻ സിർക്കാസസ് തീരസമതലം എന്നിങ്ങനെ തരംതിരിക്കാവുന്നതാണ്. പടിഞ്ഞാറൻ തീരസമതലം എന്തൊക്കെയാണ്? കായലുകളും അഴിമുഖങ്ങളുമാണ് കാണപ്പെടുന്നത്. കൂടുതലായിട്ട് കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ നദികൾ എന്താണ്? ഇന്ത്യയിലെ നദികളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും ഒക്കെയാണ്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ. ഇവ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇതിൻ്റെ ഉത്ഭവം ഹിമാലയത്തിൽ നിന്നായതുകൊണ്ടാണ് എന്ത്? ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ വിവിധ മേഖലകളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. അടുത്ത പോയിന്റ് നോക്കാം, ഹിമാലയൻ നദികളെ കുറിച്ചൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ? ആദ്യ നദിയുടെ പേര് സിന്ധു. ഉത്ഭവസ്ഥാനം എന്താണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ നീളം 2280 കിലോമീറ്ററാണ്. സിന്ധുവിൻ്റെ നീളം 2280 കിലോമീറ്ററാണ്. പോഷക നദികൾ ഏതൊക്കെയാണ്? സിന്ധുവിൻ്റെ പോഷക നദികളാണ് ജലം, ജിനാബ്, രവി, സത്ലജ്, ബിയാസ്. ജലം, ജിനാബ്, രവി, സത്ലജ്, ബിയാസ് ഒക്കെ സിന്ധുവിൻ്റെ പോഷക നദികളാണ്. അടുത്ത പോയിന്റ്, സിന്ധു എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? അറബിക്കടലിലേക്കാണ് സിന്ധു എത്തിച്ചേരുന്നത്. അടുത്ത ഹിമാലയൻ നദിയാണ് ഗംഗ. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഒക്കെ ഒരു ഗായാണ് കേട്ടോ. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവം. ഗംഗയുടെ നീളം 2500 കിലോമീറ്ററാണ്. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാ? യമുന, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി. ഗംഗയുടെ പോഷക നദികൾ യമുന, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി. യമുന എത്തിച്ചേരുന്ന സമുദ്രമാണ് ബംഗാൾ ഉൾക്കടൽ. യമുന എത്തിച്ചേരുന്ന സമുദ്രമാണ് ബംഗാൾ ഉൾക്കടൽ. സിന്ധു ആണെങ്കിൽ അറബിക്കടലിലേക്കാണ് എത്തിച്ചേരുന്നത്. അടുത്ത ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. അതിൻ്റെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിലാണ്. ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. ബ്രഹ്മപുത്രയുടെ നീളം എത്രയാണ്? 2900 കിലോമീറ്ററാണ് ബ്രഹ്മപുത്രയുടെ നീളം. ബ്രഹ്മപുത്രയുടെ പോഷക നദികളോ? ലുബാൻസിരി, ലൂഹിത്, മാനസ് ഒക്കെയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. ലുബാൻസിരി, ലൂഹിത്, മാനസ് ഒക്കെ എന്നതിൻ്റെ പോഷക നദികളാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ബ്രഹ്മപുത്രയും എത്തിച്ചേരുന്നത് ബംഗാൾ ഉൾക്കടലിലേക്കാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 2 ഹിമാലയൻ നദികൾ ഗംഗ, ബ്രഹ്മപുത്ര എത്തിച്ചേരുന്നത് ബംഗാൾ ഉൾക്കടലിലേക്കാണ്. സിന്ധു നദി എവിടേക്കാണ്? അറബിക്കടലിലേക്കാണ് എത്തിച്ചേരുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികളിൽ മഹാനദി ഉത്ഭവസ്ഥാനം മൈക്കല നിരകൾ. മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി. മധ്യപ്രദേശ് മൈക്കല നിരകൾ, മഹാനദി ഒക്കെ ഒരു മാണ്ടേ, അതിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ നീളം 857 കിലോമീറ്ററാണ്. മഹാനദിയുടെ നീളം എത്രയാണ്? 857 കിലോമീറ്ററാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബും ടെയിലും. ടെയില് മഹാനദിയുടെ പോഷക നദികളാണ്. മഹാനദി എത്തിച്ചേരുന്നതും ബംഗാൾ ഉൾക്കടലിലേക്കാണ്.
മഹാനദി എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ്. അടുത്ത പോയിന്റ്, നദിയുടെ പേരാണ് ഗോദാവരി. നദിയുടെ പേരേതാണ്? ഗോദാവരി. ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ നീളം 1465 കിലോമീറ്റർ ആണ്. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ ആണ്. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ ആണ്. അടുത്ത പോയിന്റ്, ഗോദാവരിയുടെ പോഷക നദികൾ ഇന്ദ്രാവതിയും ശബരിയുമാണ്. ഗോദാവരിയുടെ പോഷക നദി ഇന്ദ്രാവതി, ശബരി. ഗോദാവരി എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ മഹാനദി, ഗോദാവരി, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അടുത്ത ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. കൃഷ്ണയുടെ ഉത്ഭവം എവിടുന്നാണ്? പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കൃഷ്ണ ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ നീളം എത്രയാണ്? 1400 കിലോമീറ്ററാണ് കൃഷ്ണയുടെ നീളം. ഇതിൻ്റെ പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. കൃഷ്ണയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര. അടുത്തത്, ഇത് ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത്. കൃഷ്ണ പതിക്കുന്നതും എങ്ങോട്ടാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ്. അടുത്ത പോയിന്റാണ് കാവേരി. കാവേരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കർണാടകത്തിലെ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നുമാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? കാവേരി ഉത്ഭവിക്കുന്നത്. 800 കിലോമീറ്ററാണ്. കബനി, അമരാവതി ഒക്കെയാണ് പോഷക നദികൾ. കാവേരിയുടെ പോഷക നദിയാണ് കബനിയും അമരാവതിയും. കാവേരി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലേക്കാണ്. കാവേരി പതിക്കുന്നത് എങ്ങോട്ടാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ്. അടുത്ത പോയിന്റാണ് നർമ്മദ. മൈക്കല നിരകൾ. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? നർമ്മദയുടെ ഉത്ഭവം. അതിൻ്റെ നീളം 1312 കിലോമീറ്ററാണ്. ഇതിൻ്റെ പോഷക നദികളാണ് ഹിരണും ബെഞ്ചനും. നർമ്മദയുടെ പോഷക നദികളാണ്. അടുത്ത പോയിന്റ്, അറബിക്കടലിലേക്കാണ് ഇത് പതിക്കുന്നത്. നർമ്മദയുടെ പതനം അറബിക്കടലിലേക്കാണ്. അടുത്ത പോയിന്റ്, താപ്തി നദിയുടെ ഉത്ഭവം എവിടുന്നാണ്? മുൻതായി പീഠഭൂമി. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ നീളം എത്രയാണ്? 724 കിലോമീറ്ററാണ്. താപ്തിയുടെ പോഷക നദികളാണ് ആനറും ഗിർനയും. നർമ്മദയുടെ പോഷക നദികൾ ഹിരണും ബെഞ്ചനും. താപ്തിയുടെ പോഷക നദികൾ ആനറും ഗിർനയുമാണ്. താപ്തി പതിക്കുന്നതും അറബിക്കടലിലേക്കാണ്. അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന 2 ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. അറബിക്കടലിൽ പതിക്കുന്ന ഒരു ഹിമാലയ നദിയാണ് ഏത്? സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന 2 ഉപദ്വീപീയ നദി നർമ്മദ, താപ്തി. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥ. ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യം പോലെ തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥയിലും വൈവിധ്യമുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥ വൈവിധ്യത്തിൽ ചില ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമൊക്കെ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമൊക്കെ ഇന്ത്യയുടെ കാലാവസ്ഥയിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ 4 വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നു. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്കിഴക്കൻ മൺസൂൺ കാലം എന്നിവയാണവ. ഇന്ത്യയിൽ 4 വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നുണ്ട്. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നിവയാണവ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഹിമാലയ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു ടിബറ്റിലെ മാനസ സരോവരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സിന്ധുവിൻ്റെ നീളം 2280 കിലോമീറ്ററാണ്. സിന്ധുവിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. സിന്ധു എത്തിച്ചേരുന്നത് അറബിക്കടൽ സമുദ്രത്തിലേക്കാണ്. അടുത്തത് ഗംഗ നദി എവിടെ നിന്നാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. 2500 കിലോമീറ്ററാണ് നീളം. യമുന, ഗോമതി, ഗാഗ്ര, ഗാണ്ഡക്, കോസി ഒക്കെയാണ് ഗംഗയുടെ പോഷക നദികൾ. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അടുത്ത പോയിന്റാണ് ബ്രഹ്മപുത്ര. ടിബറ്റിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 2900 കിലോമീറ്റർ. ലുബാൻസിരി, ലൂഹിത്, മാനസ ഒക്കെയാണ് പോഷക നദികൾ. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അടുത്തത് ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അതിൽ മഹാനദി മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 857 കിലോമീറ്റർ ആണ്
ഇതിൻ്റെ ഏകദേശ നീളം. ഇബ്ബട്ടയിലാണ് മഹാനദിയുടെ പോഷക നദികൾ. ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദി പതിക്കുന്നത്. ഗോദാവരി എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവം. 1465 കിലോമീറ്റർ നീളം. ഇന്ദ്രാവതി, ശബരി പോഷക നദികൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗോദാവരി. അടുത്തതാണ് കൃഷ്ണ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കൃഷ്ണയുടെ ഉത്ഭവം. 1400 കിലോമീറ്ററാണ്. ഭീമ, തുംഗഭദ്രയൊക്കെയാണ് പോഷക നദികൾ. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. അടുത്ത പോയിന്റ് ഏതാണ്? കാവേരി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന്, കർണാടകത്തിലെ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിലകളിൽ നിന്നാണ് കാവേരിയുടെ ഉദ്ഭവം. 800 കിലോമീറ്റർ നീളം. കബനി, അമരാവതിയാണ് പോഷക നദികൾ. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അടുത്തതാണ് നർമ്മദ. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവം. 1312 കിലോമീറ്റർ. ഹിരൺബഞ്ചന് അറബിക്കടലിലാണ് പതിക്കുന്നത്. ഹിരൺബഞ്ചനാണ് അതിൻ്റെ പോഷക നദികൾ. നർമ്മദയുടെ പോഷക നദികളാണ് ഹിരണും ബഞ്ചനും. പതനം അറബിക്കടൽ. താപ്തി മുൻതായി പീഠഭൂമിയാണ്. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദിയുടെ ഉത്ഭവം. 724 കിലോമീറ്റർ ആണ് നീളം. ആനറും ഗിർനയാണ് പോഷക നദികൾ. അറബിക്കടലിലാണ് പതിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന 2 ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി. അടുത്ത പോയിന്റാണ് ഇന്ത്യയുടെ കാലാവസ്ഥ. ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യം പോലെ തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥയിലും വൈവിധ്യമുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥാ വൈവിധ്യത്തിൽ ചില ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ. ഇന്ത്യയിൽ 4 വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നു. ഏതൊക്കെയാണ്? ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്കിഴക്കൻ മൺസൂൺ കാലം എന്നിവയാണവ. ഇന്ത്യയിലുള്ള 4 വ്യത്യസ്ത ഋതുക്കളാണ് ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നിവയാണവ. അപ്പോൾ ഇത് വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ബാക്കി ഭാഗം അടുത്ത പാർട്ടിലെടുക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥയുടെ ബാക്കി ഭാഗം കുറച്ചധികം ഇതിൽ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട്. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത പാർട്ടിലെടുക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. താങ്ക് യു. Have a nice day.